അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നല്ലോ ചർച്ച ചെയ്ത് വന്നിരുന്നത്. മനഃശാസ്ത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തത് സ്ട്രോങ് റിലേഷൻഷിപ്പ്, ദൃഢമായ ബന്ധം. രണ്ടാമത്തത് ക്ലാരിഫൈ ദ ബെനഫിറ്റ്സ്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്താൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം ലോജിക്, അത് ബൗദ്ധികമായി കേൾക്കുന്ന അഭിസംബോധകർ അവർക്ക് ഉപകാരമാകുന്ന രൂപത്തിൽ കൃത്യമായി നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ്, നമ്മുടെ അഭിസംബോധകരുടെ, നമ്മൾ സംസാരിക്കുന്നവരുടെ ഇമോഷൻസ്, വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ 4 കാര്യങ്ങൾ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അധ്യായമാണ്. ഒരിക്കൽ എല്ലാ സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബാക്കളോട് എല്ലാവരോടും കൂടെ ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. അതിലൊന്നാമത്തെ ചോദ്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, നിങ്ങൾ ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് ജനാസ അനുഗമിച്ചത്? ആ സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് യെസ് എന്ന മറുപടി കൊടുക്കുകയാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? ആ സമയത്തും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടുകൂടെ, ആവേശത്തോടുകൂടെ അനയാ റസൂലല്ലാഹ് എന്ന് മൂന്നാമത്തെ ചോദ്യത്തിനും യെസ് എന്ന മറുപടി നൽകുകയാണ്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത് എന്ന ചോദ്യത്തിനും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് അനയാ റസൂലല്ലാഹ് എന്ന് മറുപടി കൊടുക്കുകയാണ്. കൂട്ടുകാരെ, ഒരു അധ്യാപകൻ്റെ മുന്നിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് ചോദ്യത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും യെസ് എന്ന മറുപടി നൽകുമ്പോൾ ഒരു അധ്യാപകൻ നൽകേണ്ട റിവാർഡ് എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി, ഈ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ സംഗമിച്ചെങ്കിൽ അവനുള്ള പ്രതിഫലം സ്വർഗമാണ് എന്ന്. ഈ ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ശിഷ്യനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി ക്ലാരിഫൈ ദ ബെനഫിറ്റ്സ്, ഈ 4 കാര്യങ്ങൾ ചെയ്താലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 4 കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ലോജിക്, കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വന്ന് 4 ചോദ്യങ്ങളെ രൂപത്തിൽ ചോദിച്ച് ആ സ്വഹാബാക്കളുടെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ട് ഇതിൻ്റെ പ്രതിഫലം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ലോജിക് എന്ന് പറയുന്നത്. നാലാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾ. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഭൗതികമായ എന്തെങ്കിലും ഉപകാരങ്ങൾ കൂടുതലായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബാക്കളോട് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് എന്നതിൻ്റെ അണ്ടറിൽ നിന്ന് ആ സഹാബാക്കളോട് കൊടുത്ത മറുപടി, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗമാണെന്ന്, അവരുടെ വികാരം ആഖിറത്തിലുള്ള വിജയമാണെന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞ മറുപടി, ഈ കാര്യങ്ങൾ നിങ്ങളിൽ സംഗമിച്ചെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം അത് സ്വർഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമായ ചരിത്രാവതരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഇത്രയും ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ധർമ്മങ്ങളെ, അവനിൽ ഉണ്ടാകേണ്ട സംസ്കാരത്തെ അവതരിപ്പിച്ച് ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലം സ്വർഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന വളരെ പ്രൗഢമായ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ പൊരുത്തവും അവിടുത്തെ എല്ലാ മദതും ലഭിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.